message. This message informs you of the date of 11th August. You have sent a parcel from Mumbai to Taiwan, but the parcel has not been sent successfully. That's why you are getting this call. Sir, do you know about this? No, I don't know. What? I don't Sir, know. your name, your contact number and your Aadhaar card soft copy is registered here, sir, in our FedEx company, Mumbai branch, sir. Yes, Are you from Mumbai? No, I am a film actor and based in Kerala. ഓൺലൈൻ തട്ടിപ്പുകൾ പെരുകി വരുന്ന കാലമാണിത്. ഇപ്പോഴിതാ നടൻ ബാലയ്ക്ക് നേരെ ഇന്നലെ രാത്രി അത്തരമൊരു ഓൺലൈൻ തട്ടിപ്പ് അരങ്ങേറിയിരിക്കുകയാണ്. ഇതിന്റെ ഫോൺ റെക്കോർഡാണ് നടൻ ആദ്യം പുറത്തുവിട്ടത്. ബാല മുംബൈയിൽ നിന്നും തായ്വാനിലേക്ക് ഒരു പാഴ്സൽ അയച്ചിട്ടുണ്ടെന്നും അത് നിയമലംഘനത്തിന് പിടികൂടിയെന്നുമാണ് ഈ ഫോൺ കോളിൽ പറയുന്നത്. മുംബൈ കസ്റ്റംസിൽ നിന്നാണെന്ന് പറഞ്ഞാണ് ഫോൺ കോൾ എത്തിയത്. നടൻ്റെ പേഴ്സണൽ മൊബൈൽ ഫോണിലേക്കാണ് ആധാർ നമ്പർ അടക്കം കൃത്യമായി പറഞ്ഞുകൊണ്ട് ഫോൺ കോൾ എത്തിയത്. ചതി മനസ്സിലാക്കിയ ബാല കോൾ കട്ട് ചെയ്യുകയായിരുന്നു. ഉടനെ പോലീസ് സംഘത്തെ വിളിച്ച് ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് ഇത് വിർച്വൽ അറസ്റ്റ് എന്ന രീതിയിലുള്ള തട്ടിപ്പാണെന്ന് മനസ്സിലായത്. ആദ്യം ഇത്തരം ഫോൺ കോൾ എത്തുകയും കക്ഷി ഭയന്നെന്ന് മനസ്സിലായാൽ ഉടൻ സ്കൈപ്പിൽ പോലീസിന്റെ വേഷം ധരിച്ച ആളെത്തി വിർച്വൽ അറസ്റ്റ് എന്ന പേരിൽ സ്ക്രീനിനു മുന്നിൽ തന്നെ നിർത്തി സ്ത്രീകളെയും ഒപ്പം കൂട്ടി ചോദ്യം ചെയ്യുകയാണ് ചെയ്യുക. കേസ് ഒഴിവാക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ അടയ്ക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഈ തട്ടിപ്പ്. കേരളത്തിൽ ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമായി വരികയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം കാലടിയിലെ ഒരു ബിസിനസ്സുകാരനെയും ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരയാക്കുവാൻ ശ്രമിച്ചിരുന്നു. തട്ടിപ്പുകാരുടെ നിരന്തര ഭീഷണികൾ അവഗണിച്ചതോടെയാണ് അവർ പിൻവാങ്ങിയത്. നടൻ ബാലയും ഇതേക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. തന്നെ തേടി ഇനിയും അവർ വിളിക്കുമെന്നും കൂടുതൽ വിവരങ്ങൾ പങ്കുവെക്കാമെന്നും പറഞ്ഞാണ് നടൻ വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നത്. അത്യാവശ്യമായിട്ട് കേൾക്കേണ്ട ഒരു കാര്യം, എനിക്ക് കോൾ വരുന്നുണ്ട്. മുംബൈ ഫെഡെക്സിൽ നിന്ന് വിളിക്കുന്നു പറയുന്നു. പേര് കറക്റ്റായിട്ട് പറയുന്നു. എൻ്റെ പേഴ്സണൽ നമ്പറിലാണ് വിളിക്കുന്നത്. അത് ആർക്കും അറിഞ്ഞൂടാ. പിന്നെ എൻ്റെ ആധാർ കാർഡ് ഡീറ്റെയിൽസ്, ബാലാന്ന് പറയുന്ന വ്യക്തിയുടെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നു. മുംബൈയിലിருந்து തായ്വാനുക്ക് ഞാൻ പാർസൽ അയക്കുന്നു, അത് പോയിട്ടില്ലെന്ന് പറയുന്നു. ഞാൻ ചോദിച്ചു, എനിക്ക് തായ്വാനിൽ ആരുമില്ല എന്താണെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സാർ, അതിൽ ഇല്ലീഗൽ പാർസലാണ്. ഇല്ലീഗൽ പാർസലിന് മേ ബി അതിനകത്ത് MDMA ഇരിക്കാം, ഗഞ്ചാവോ അല്ലെങ്കിൽ ഇല്ലീഗൽ സ്റ്റഫ്സ് ഇരിക്കാന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് പറയുന്നു. നമ്മൾ പേടിക്കുന്നു. ഇതുപോലെ കേരളത്തില് കുറേ പേര് പല ലക്ഷങ്ങൾ ഇങ്ങനെ ഫോൺ കോൾ ഫെഡെക്സിൽ നിന്ന് വിളിക്കുന്നു. മുംബൈ ബ്രാഞ്ചിന് പറഞ്ഞിട്ട് വിളിക്കും. അത് കഴിഞ്ഞാൽ ഒരു പോലീസ് ഓഫീസർ, ഏതോ ഒരു രതീഷ് ശങ്കർ, അങ്ങനത്തെ ഏതോ ഒരു പേര്, നമുക്ക് സ്കൈപ്പിൽ വരാൻ പറയും. വെർച്വൽ അറസ്റ്റ് എന്ന് പറയും. അതായത് ഈ മോണിറ്ററിന്റെ മുമ്പിലിരുന്ന് നമുക്ക് മാറാൻ പാടില്ല. പോലീസ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞ് ഒരു സ്റ്റെപ്പിൽ നമ്മൾ അവിടെ തന്നെ ഇരുത്തി പല ലക്ഷങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് പിടുക്കും. സോ കെയർഫുൾ ആയിരിക്കണം. ഇത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയില്ല, നമുക്ക് വേണ്ടിയാണ് ഇത് പറയുന്ന ഒരു കാര്യം. ജീവിതത്തിൽ എത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസാവ് വീട്ടിൽ കൊണ്ടുവന്ന് മറ്റവർക്ക് വേണ്ടി നമുക്ക് ഒരു സേവ് ചെയ്ത് വെച്ച് ജീവിക്കാനേ ഭയങ്കര കഷ്ടപ്പെടാം ഈ ജീവിതത്തിൽ. അതെ, ഇങ്ങനെ ഒരു സെക്കൻഡിൽ തട്ടിക്കൊണ്ടുപോകുന്ന ആളുകൾക്ക് ഇരയാവരുത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.